എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫിറോസാണ്. കുറച്ച് ദിവസമായിട്ട് എന്നെ കാണുന്നില്ല അല്ലേ? ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ കുറേ ദിവസമായിട്ട് എൻ്റെ യാതൊരു വിവരവും ഇല്ല. പലരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, വാട്സപ്പിലും മറ്റൊക്കെ ആയിട്ട്, ഇമെയിലൊക്കെ ആയിട്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ പോയി, എന്ത് പറ്റിയെന്നൊക്കെ. സംഭവമൊന്നുമല്ല, അറിയാമല്ലോ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു അയർലൻഡിൽ പോയിരുന്നു. ഒരു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിന് ഞാനും എൻ്റെ സുഹൃത്ത് സജിയും കൂടെ, മലേഷ്യയിലുള്ള സജിയും കൂടെ ആയിരുന്നു പോയത്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം അന്ന് രാത്രി തന്നെ എനിക്ക് അതിശക്തമായ പനിയും തലവേദനയും. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതേപോലെ തലവേദന ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് തലവേദനയായിരുന്നു. 3-4 ദിവസം കിടന്ന് ഉറങ്ങാനേ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം വൈറൽ ഫീവറായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ബെഡിൽ തന്നെയായിരുന്നു. ആക്ച്വലി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ബഡ്സൊക്കെ എല്ലാം നശിച്ചു പോയതുപോലെയായിരുന്നു. ഒന്നിനും വെള്ളത്തിന് പോലും ഒരു രുചി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്തായാലും ഞാൻ സർവൈവ് ചെയ്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ, ഇന്നലെ മുതൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയതുപോലെ ആയി വന്നിട്ടുണ്ട് എല്ലാം. ഇനിയൊരു 4-5 ദിവസം കൂടെ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഓൺലൈനിലൊന്നും വരാത്തത് എന്നുള്ളതിൻ്റെ ഒരു മറുപടി. കാരണം പലരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന പലരും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് ദിവസവും. എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും ഞാൻ സർവൈവ് ചെയ്തു. പഴയതുപോലെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് നമുക്ക് പുതിയ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. അതുമാത്രമല്ല, കുറേ നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.